ഹായ്. കഴിഞ്ഞ വീഡിയോ ഇറങ്ങിയ സമയത്ത് കുറച്ച് പേര് പേഴ്സണലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സോഫ്റ്റ്വെയർ ഡെവലപ്പറും വ്യത്യാസമില്ലേ. ആഹ് അതുമാത്രമല്ല, എനിക്ക് പലപ്പോഴും ഈ ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരുപാട് റീസൺ ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവില്ല. പലർക്കും പല റീസൺ ആയിരിക്കും. അതായത് ചിലരൊക്കെ ഈ ട്രഡീഷണലി അതായത് ഇത്ര ഇയർ ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം വേറൊരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് കോഴ്സ് എടുത്ത്, അല്ലെങ്കിൽ അതെല്ലാം നമ്മളൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിലോട്ട് കയറി അതിനുശേഷം നമുക്കൊരു കമ്പനിയിൽ നിന്ന് തരുന്നൊരു ഡെസിഗ്നേഷൻ അനുസരിച്ചാണ് നമ്മളെ റോള് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദിച്ച ആൾക്കാരുണ്ട്. പിന്നെ ഇത് അറിയാത്ത, അതായത് ഈ ഒരു ഡിഫറെൻ്റ് അറിയാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി അതിനൊരു ഉദാഹരണം പറയുന്നത് ഈ ബിൽഡറും ആർക്കിടെക്റ്റും തമ്മിലുള്ളൊരു ഡിഫറൻ്റാണ്. അതായത് ഒരു ആർക്കിടെക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈന് കാര്യങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ബിൽഡർ എന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ആൾ. അപ്പോൾ ആളത് നിർമ്മാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അത് പൂർത്തിയാക്കുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടാകും. കാരണം ഈ IT ഫീൽഡിലൊരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുന്നതും കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് വേയിലാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ അവരെ എക്സ്പീരിയൻസ്, നോളജ്, ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. എന്നാലും എന്താ പറയുക, ഒരു ചെറിയൊരു രീതിയിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾ ഇതിലോട്ട് എടുക്കാൻ പറ്റും. അതായത് കമ്പനിയിലെ ഡെസിഗ്നേഷൻ മാറ്റി നിർത്തിയാൽ പോലും, അതായത് കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു ജോബിന് ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെസിഗ്നേഷൻ തരും. അതായത് നമുക്കൊരു റോള് തരും, അല്ലെങ്കിൽ ആ റോളിലോട്ടായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ തന്നെ ഒരു പ്രൊജക്റ്റിൽ ഒരാളെ റോള് തീരുമാനിക്കുന്നത് അയാൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി അതിലുണ്ട് എന്നാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോള് നോക്കുകയാണെങ്കിൽ അയാൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്കെയിലബിലിറ്റി, അതായത് ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് ഏത് ആർക്കിടെക്ചർ ഫോളോ ചെയ്യണം, അതേപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ റോള് പറയുമ്പോൾ ആദ്യം സിസ്റ്റം ഡിസൈനിങ്, അതേപോലെ ഇതിലുള്ള ഡൊമെയിൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഏതൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്കെയിലബിലിറ്റി നോക്കിയിട്ടായിരിക്കണം ഓരോ പ്രൊജക്റ്റിനും ഇന്ന ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുക. അതേപോലെ ഈ ടെസ്റ്റിങ്, CI/CD, ഓട്ടോമേഷൻ, ഇതൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ റോളിൽ വരുന്നതാണ്. ഇത് മാത്രമല്ല ഒരുപാട് ഇതുണ്ട്. അതായത് ഇവർക്കാണ് ഇതിൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് എന്താ പറയുക, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെക്കാട്ടും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ കുറച്ചും കൂടി നോളജ് ഉണ്ടാവണം, അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ട്. പക്ഷേ നമ്മൾ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ അതാണ് കറക്റ്റ്. പക്ഷെ നമ്മളെ ഇവിടെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളോ അതേപോലെ നോർമലി ഉള്ള കമ്പനികളിലൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള റോളിൽ ഒരുപാട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുന്ന പരിപാടിയൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. എനിക്കറിയില്ല, ഓൾമോസ്റ്റ് കമ്പനികളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ റോൾ ഉണ്ടാവും. അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ, അതേപോലെ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നൊരു റോൾ ഉണ്ടാവും. അതായത് നമ്മളീ പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും, അതേപോലെ ഇവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയായിരിക്കും. അതേപോലെ ഡെവോപ്സ് എഞ്ചിനീയർ, അതായത് ക്ലൗഡ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയല്ലോ, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പൊസിഷനിലായിരിക്കും നമ്മളെ നോർമലി ഉള്ള കമ്പനികളിലൊക്കെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. സ്പെഷ്യലി നമുക്കൊരു വലിയ ടീമാണെങ്കിൽ ആ ടീം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ആൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കും. അപ്പോൾ ആളെ എന്ത് ചെയ്യും, ആ റോള് ഡെസിഗ്നേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു റോളിലോട്ടായിരിക്കും ആളെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ നോർമലിയുള്ള കമ്പനികളിലൊക്കെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെയ്ത സമയത്തൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് HLD മുതൽ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് വരെയുള്ള എൻ്റയർ പ്രോസസ്സ് മൊത്തം ചെയ്യാനുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ റോള് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ തവണയും ഒരേ രീതിയിലായിരിക്കില്ല. അപ്പോൾ
ആ ഒരു സിനാരിയോയിൽ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള വലിയ വ്യത്യാസമൊന്നും ആ സമയത്ത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു കേസിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഡെസിഗ്നേഷൻ കമ്പനി തീരുമാനിക്കും. അപ്പോൾ കമ്പനി തീരുമാനിക്കുന്ന ഡെസിഗ്നേഷനിലാണ് നമ്മളെ ശരിക്കുള്ള റോള്. പിന്നെ നമ്മൾ പ്രൊജക്റ്റിൽ നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും ഇന്ന റോളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ ഇന്ന ഡെസിഗ്നേഷൻ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ ഒരു ഡെസിഗ്നേഷന് യോഗ്യതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പറയാൻ പറ്റും, പക്ഷേ അത് മാത്രമായിരിക്കില്ല. അതായത് ഇയാൾ ചെയ്യുന്ന അതേ റോൾ തന്നെ ഡെവലപ്പേഴ്സ് ചെയ്യേണ്ടി വരും. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന സെയിം റോൾ തന്നെ ഡെവലപ്പേഴ്സ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് ഡെസിഗ്നേഷൻ തരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ റോള് തീരുമാനിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് തരുന്ന വർക്കിൽ നമ്മൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ റോള് തീരുമാനിക്കാൻ പറ്റുന്നല്ല, നമ്മളെ റോള് അതായിരിക്കും. അതായത് ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കുറേ എന്താ പറയുക, ഓരോ ഡെസിഗ്നേഷനും ഓരോ റോളുണ്ട്. അതേപോലെ ഇവർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ഈ ഒരു രണ്ട് ഡെസിഗ്നേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ആ രീതിയിൽ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇതിനൊരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം, അതേപോലെ കമൻറ്റിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി കുറേ എന്നോട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ വന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നെക്സ്റ്റ് ടൈം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ